കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നവംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ മാസം വളരെ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമായിരുന്നു. നമ്മളെല്ലാവരും വിവിധ രീതിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ് ഈ നവംബർ മാസം. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഈ മാസത്തിൽ അവശേഷിക്കുന്നുള്ളൂ. ആയതിനാൽ നമുക്ക് എത്രമാത്രം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കാൻ സാധിക്കുമോ അത്രമാത്രം അവരെ സഹായിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകുന്ന സന്ദേശം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ നവംബർ മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവരുടെ മരണ വാർഷിക ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ സഹായം, പ്രാർത്ഥനാ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളിൽ അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ എപ്പോഴും പറയുന്ന ഇപ്രകാരം, മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചാലും അത് അധികമാകില്ല എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. നമ്മൾ പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ വചനപ്രഘോഷത്തിലൂടെയൊക്കെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ള മനസ്സിലേക്ക് കടന്നൊരു ചിന്ത, എന്തിനാണ് ഇത്രമാത്രം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാകാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന നമ്മൾ അവരെ ഓർത്ത് അനുദിനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർ അനുഭവിക്കുന്ന വേദന അത് വളരെ വലുതാണെന്ന് പല വിശുദ്ധരും പരിശുദ്ധ അമ്മയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ അദ്ദേഹം ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ഞാൻ നേരത്തെ ഒരു സന്ദേശത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകുന്ന ഒരു ക്രൈസ്തവൻ കയ്യിലെ അപ്പക്കഷ്ണം മറച്ചു പിടിച്ച് പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിൽ മരിക്കുന്ന വ്യക്തികളെ കണ്ടില്ലെന്ന് പറഞ്ഞ് നടിച്ച് അകന്നു പോകുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് എന്ന്. അതായത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തികളെ കണ്ടിട്ട് അവര് ഒരു അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ കയ്യിലൊരു അപ്പം ഉണ്ടായിട്ടും അത് മറച്ചു പിടിച്ച് അവരെ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന വ്യക്തികൾക്ക് സമാനരാണ്, തുല്യരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകുന്ന ക്രൈസ്തവനെന്നാണ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറഞ്ഞത് മറ്റൊരു ഉദാഹരണമാണ്. മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട്, മുങ്ങിത്താണ് മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് നീന്തൽ അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ സകല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ കണ്ടില്ല എന്ന് നടിച്ച് തിരിഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് തുല്യരാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ
ഉറങ്ങുവാൻ പോകുന്ന ക്രൈസ്തവനെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ഈ വിശുദ്ധന്റെ ഈ ഉപമയിലൂടെ തന്നെ, ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശുദ്ധീകരണത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും എത്രമാത്രം അത്യാവശ്യമുള്ളതാണെന്നും നാം മനസ്സിലാക്കുകയാണ്. എപ്രകാരമാണ് ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നത്? വിവിധ രീതിയിൽ ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ടത് അവരെ വിശുദ്ധ ബലിയിൽ ഓർക്കുക, അവർക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് നമുക്ക് കാഴ്ചവെക്കാം. അതിനുവേണ്ടി ഇന്ന് ലോകത്ത് പലരും അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്രകാരം നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധ ബലികളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് നമ്മൾ അർപ്പിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. അവരുടെ പാപങ്ങള് നമ്മൾ അർപ്പിക്കുന്ന കർത്താവിന്റെ വിശുദ്ധ ബലിയിൽ ഈശോ ചിന്തിയ തിരുരക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ബലി അർപ്പിച്ചാണ്. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥന ചൊല്ലി, ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ജപമാല ചൊല്ലുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ തൃപ്തരാകാതെ ഒരു ജപമാല കൂടി ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. എത്രമാത്രം ജപമാലകൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം സഹായം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയിലൂടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് അവരെ ജപമാലയിലൂടെ സഹായിക്കുവാനായിട്ട് നമുക്ക് സമയം മാറ്റിവെക്കുവാൻ പരിശ്രമിക്കാം. ഈ നവംബർ മാസത്തിന് ശേഷവും അനുദിനം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കുന്ന അവരുടെ സ്നേഹിതരായി മാറുവാനുള്ള ഒരു വിളിയാണ് പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷങ്ങളിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ദാനധർമ്മം ചെയ്തുകൊണ്ട്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും പാവപ്പെട്ടവർക്ക്, ഏതെങ്കിലും രോഗികൾക്ക്, അനാഥർക്ക്, വിധവകൾക്ക്, ആവശ്യമായിരിക്കുന്നവർക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ദാനധർമ്മം കാഴ്ചവെക്കണം. നമ്മൾ പലരെയും പല രീതിയിൽ സഹായിക്കുന്നുണ്ടാകാം. ആ സഹായം നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയെ ഈ ദാനധർമ്മം ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആരെയെങ്കിലും സഹായിക്കുമ്പോൾ, ആർക്കെങ്കിലും ദാനധർമ്മം കൊടുക്കുമ്പോൾ, ഇനി അങ്ങനെ ഒരു ശീലം നമുക്കില്ലെങ്കിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈ ശീലം നമ്മൾക്ക് ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്ത് മറ്റുള്ള അവരെ നമുക്ക് ഒരുപാട് സഹായിക്കാനായിട്ട് സാധിക്കും. ഇതും ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിക്കുന്ന പല വ്യക്തികളും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മറ്റൊരു രീതി ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത് പരിത്യാഗവും സഹനങ്ങളും കാഴ്ചവെച്ചാണ്. നമ്മൾ ചില വിവിധ രീതിയിലുള്ള പരിഹാര പ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ, കുരിശിന്റെ വഴിയല്ലേ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഇനി നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അല്പം ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, കൈ വിരിച്ചു പിടിച്ച് മുട്ടുമേൽ നിന്ന് ഒക്കെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്രകാരമുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈ പിടിച്ചു പിടിച്ചും മുട്ടുമേൽ നിന്നും പല രീതിയിൽ നമുക്കറിയാം സഹനങ്ങൾ ഏറ്റെടുത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നമ്മൾ നിയോഗമായി പരിശുദ്ധ അമ്മയുടെ വിമലകൃത്തിലൂടെ ഈശോയെ കാഴ്ചവെക്കണം. ഈശോയെ, ഞാൻ ചെയ്യുന്ന ഈ ത്യാഗം, ഈ പരിത്യാഗം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമലകൃത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് പല രീതിയിലുള്ള പരിഹാര പ്രവൃത്തികൾ ചെയ്ത്, ത്യാഗ പ്രവൃത്തികൾ ചെയ്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അത് രോഗമായിട്ട് കടന്നു വരാം, അത് ഒരു കുടുംബത്തിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിട്ട് കടന്നു വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കടന്നു വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു സഹനമാണത്. നമ്മുടെ മുമ്പിൽ അതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയും സഹനവുമൊക്കെ
അത് പാഴായി പോകാതെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയെ കാഴ്ചവെച്ച് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. എന്നോട് സഹോദരൻ, ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും എനിക്ക് ചിലപ്പോഴൊക്കെ ഈ നടുവേദന ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ചെറുപ്പത്തിലൊക്കെ വീണത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമെടുത്ത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നതാകാം. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ കിടന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നടുവേദന ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ബോധ്യമാണ്, ഈ നടുവേദന ഉണ്ടാകുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടത് കാഴ്ചവെക്കാനായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് നടുവേദന ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോഴൊക്കെ ദൈവമേ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈ നടുവേദന ഞാൻ കാഴ്ചവെക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കാഴ്ചവെക്കും. അപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഞാൻ അറിയാതെ കുറച്ച് കഴിയുമ്പോൾ ഈ നടുവേദന ഞാൻ മറന്നു പോകാറുണ്ട്. അത് പലപ്പോഴും എപ്പോഴും ഒന്നും ഉണ്ടാകുന്നില്ല. ചില ദിവസങ്ങളിൽ ദൈവം ഒരുപക്ഷെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാകാം ചിലപ്പോൾ ഇതുപോലെ നടുവേദനയൊക്കെ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കാഴ്ചവെക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് എനിക്ക് നടുവേദന ഒരിക്കലും എന്നെ അസ്വസ്ഥപ്പെടുത്തുകയോ ആ വേദന എന്നെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാറില്ല. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കൊണ്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയി, ആ വേദന ഉണ്ടായിരുന്നു പോലും മറന്നുപോയി. ആ വേദന അപ്രത്യക്ഷമാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശാരീരികമായ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി അവ കാഴ്ചവെക്കുക. ഒന്നെങ്കിൽ അവരിൽ നമുക്ക് ആ അവസ്ഥയെ അത് മറികടക്കുവാനുള്ള ശക്തി ശുദ്ധീകരണത്തിന്റെ ആത്മാക്കൾ ദൈവകരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ച് നേടിത്തരും. ഇല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ ആ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് ഈ സഹനങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ സഹായിക്കുന്ന പല രീതിയിലുള്ള ദൈവ അനുഭവം പരിശുദ്ധ അമ്മയെ നമുക്ക് വാങ്ങിത്തരുന്ന അനുഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കിടക്കുന്ന രോഗിയാകാം, ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവയെല്ലാം നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളോട് കാഴ്ചവെക്കുക. എനിക്ക് വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയും ഒക്കെ ഇത് വലിയ മാതൃകയാണ്. അൽഫോൻസാമയൊക്കെ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മൂലം രോഗം മൂർച്ഛിച്ച് ഒരു 10-60 പ്രാവശ്യമൊക്കെ ഛർദ്ദിച്ച് വേദനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും അൽഫോൻസാമയൊക്കെ ദൈവമേ, എൻ്റെ ഈ സഹനം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് കാഴ്ചവെക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കൊച്ചുത്രേസ്യ പുണ്യവതി ശരീരം കൈയൊന്നും അനക്കാൻ മേലാത്ത വേദനയിൽ കഴിയുമ്പോഴും ശരീരമൊക്കെ ഒരു കൈ അനക്കി ആ വേദന സഹിച്ച് ഈശോയെ, ഈ വേദന ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് കാഴ്ചവെക്കാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ വിശുദ്ധയായ വിശുദ്ധ എപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമാണ്. എപ്രാസ്യാമ്മ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ ഒരു സ്നേഹിതയായിരുന്നു. പല പ്രാവശ്യം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ എപ്രാസ്യാമ്മയെ കാണാൻ വരുമായിരുന്നു. അങ്ങനെ എപ്രാസ്യാമ്മയുടെ പ്രാർത്ഥന യാചിക്കുമായിരുന്നു. എപ്രാസ്യാമ്മ ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ കാഴ്ചവെക്കാറുണ്ട്. അപ്പോൾ എപ്രാസ്യാമ്മയുടെ ജീവചരിത്രത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്: രുചികരമായ ഭക്ഷണം ഉപേക്ഷിച്ച് എപ്രാസ്യാമ്മ പ്രാർത്ഥിച്ചിരുന്നു. എന്തെങ്കിലും നല്ല സൂപ്പ്, നല്ല രുചികരമായ ഭക്ഷണം കിട്ടുമ്പോൾ തവിട് അതിനകത്ത് വാരിയിട്ട് അല്ലെങ്കിൽ ഉമ്മി എന്തെങ്കിലും വാരിയിട്ട് ആ രുചി മാറ്റി എപ്രാസ്യാമ്മ കഴിച്ചിരുന്നത് എപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു തവിട് വാരിയിടണമെന്നോ അല്ല ഉമ്മി വാരിയിടണമെന്നോ അല്ല ഞാൻ പറയുന്നത്. നമ്മളാലാകുന്ന രീതിയിൽ ചെറിയ ത്യാഗങ്ങൾ, ചെറിയ ഉപവാസം, ചെറിയ സഹനങ്ങളൊക്കെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയ്ക്ക് കാഴ്ചവെക്കുമ്പോൾ അവർക്ക് വലിയ അനുഗ്രഹമായി അവ മാറുന്നുണ്ട് എന്ന ആ ബോധ്യത്തിൽ ആഴപ്പെടുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെല്ലാവരെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സ്നേഹിതരായി കാണുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മോട് വീണ്ടും ആവർത്തിച്ച് പറയുന്ന പ്രകാരമാണ്: ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വല്ലപ്പോഴുമായി നമ്മൾ ചുരുക്കരുത്. അവരുടെ മരണവാർഷിക ദിനത്തിൽ മാത്രമായി ചുരുക്കരുത്. അനുദിനം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുക?
ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുന്ന പോലെയാണ്. നമ്മൾ ബാങ്കിൽ 1000 രൂപ കൊണ്ട് ഇട്ടു, പിന്നെ 10000 രൂപ കൊണ്ട് ഇട്ടു, പിന്നെ അത് കൂടുതൽ കൊണ്ട് കുറേശ്ശെ ഇടുമ്പോൾ എല്ലാം അത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അത് കൂടി വരികയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്രമാത്രം ശുദ്ധീകരണസ്ഥിതി ആത്മാക്കളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് പോവുകയാ. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് തിരിച്ച് നമുക്ക് അനുഗ്രഹമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതാണ് പരിശുദ്ധ അമ്മയും നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ ചില വ്യക്തികളിലൂടെ ചില സഹായങ്ങൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ദൈവം ചില വ്യക്തികളിലൂടെ ഇടപെടുന്നതാണ്. അതോടൊപ്പം തന്നെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളും നമ്മൾ ചില അപരിചിതരിലൂടെയൊക്കെ ചില സഹായങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സഹായം, അവരുടെ സാന്നിധ്യവും ചില സഹായത്തിൻ്റെ രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു പുസ്തകത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിച്ച ഒരു വ്യക്തിയുടെ ഒരു ജീവിതം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ എഴുതി വെച്ചിരുന്ന വായിച്ച് ഓർക്കുകയാണ്. അത് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു അനുഭവമാണ്. അദ്ദേഹം ഈ ഒരു വ്യക്തി ഒരു പാവപ്പെട്ട ഒരു സഹോദരിയാണ്. ഈ സഹോദരി ഒരു ദിവസം രോഗിയായി കഴിഞ്ഞ് ഒരു ദിവസം ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അസുഖം വരുന്നു. മറ്റാരുമില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ജീവൻ നയിക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ ഈ സഹോദരി അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ആ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ആ യജമാനത്തി അത് ഈ സഹോദരിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ സഹോദരിയെ വേണ്ട രീതിയിലൊക്കെ ചികിത്സിക്കുന്നു. പിന്നെ പക്ഷേ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന രോഗമായതുകൊണ്ട് പിന്നെ ആ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും ആ സഹോദരിയുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഈ യജമാനത്ത് തന്നെ അതിൻ്റെ എക്സ്പെൻസൊക്കെ എടുത്തു. പിന്നീട് ആ സഹോദരി സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഈ രോഗിയായി സുഖപ്പെട്ട ഈ സഹോദരി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ സഹോദരിയിൽ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ മാസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ സഹോദരി ജോലി ചെയ്യുന്നതിൻ്റെ എല്ലാ മാസവും ആഴ്ചയിലും കൂടെ വിശുദ്ധ ബലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ നാൾ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഈ കുറേ നാളായിട്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ബലിയർപ്പണം മുടങ്ങിപ്പോയല്ലോ എന്നുള്ള ഒരു വേദന ഈ സഹോദരിയുടെ മനസ്സിലുണ്ടാകുകയാണ്. അപ്പോൾ അദ്ദേഹം കയ്യിലെ പേഴ്സിനകത്ത് നോക്കുമ്പോൾ അല്പം പൈസയുണ്ട്. നേരെ ഈ സഹോദരി ഒന്നെങ്കിൽ എൻ്റെ ജീവൻ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല, ജോലി അന്വേഷിച്ചിറങ്ങിയാണ്, ഈ പൈസ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. പക്ഷേ സഹോദരി തീരുമാനിച്ചു, ഞാൻ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കേണ്ടിരുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനുള്ള പൈസ ഞാൻ അടുത്തൊരു പള്ളിയിൽ കൊണ്ട് അച്ഛന് കൊടുത്ത് വിശുദ്ധ ബലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കാൻ അങ്ങനെ അങ്ങനെ സഹോദരി തീരുമാനിക്കുകയാണ്. അങ്ങനെ സഹോദരി ഉണ്ടായിരുന്ന കുർബാനയ്ക്ക് വേണ്ട പൈസ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ബലി അർപ്പിക്കുവാനായിട്ട് ആ സഹോദരി അങ്ങനെ തീരുമാനിച്ചു. ആ വൈദികനെ അത് ഏറ്റെടുത്ത് ബലിയർപ്പണത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ്. അതിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു യുവാവ് ഈ സഹോദരിയെ കാണുകയാണ്. ഒരു യുവാവ് ഈ സഹോദരിയെ കണ്ട് ഈ സഹോദരിയോട് ചോദിച്ചു, ഇങ്ങനെ ഓരോ അന്വേഷണങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഈ സഹോദരി ഇങ്ങനെ രോഗിയായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കാര്യവും ഇപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഈ യുവാവിനോട് പറയുകയാണ്. അപ്പോൾ ഈ യുവാവ് ഈ സഹോദരി പറഞ്ഞു, ഒരു ജോലിക്കാരെ അന്വേഷിക്കുന്ന ഒരു വീട്ടമ്മയെ എനിക്കറിയാം, ഞാൻ ഈ വീട്ടമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടേയാക്കാം, അപ്പോൾ ആ അമ്മ നിനക്ക് ജോലി തരും, അപ്പോൾ നിനക്ക് അതൊരു സഹായമാകും എന്നൊക്കെ പറഞ്ഞ് യുവാവിൻ്റെ കൂടെ യുവാവ് ഈ സഹോദരിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ യുവാവ് ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തു, ഇതാണ് ഈ ജോലി അന്വേഷിക്കുന്ന വീട്ടമ്മയുടെ വീട്, നീ അങ്ങോട്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഈ സഹോദരിയെ ആ വീട്ടിലേക്ക് അയച്ച് ഈ യുവാവ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ സഹോദരി വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടമ്മ പുറത്ത് വന്നു. അപ്പം ഈ വീട്ടമ്മയോട് ഈ സഹോദരി പറയുകയാണ്, എൻ്റെ പേര് ഇന്നതാണ്, ഇവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ട് എന്ന്
മനസ്സ് അറിഞ്ഞ് ഞാൻ വന്നതാണ്. അപ്പോൾ വീട്ടമ്മ ഇങ്ങനെ അതിശയിക്കുകയാണ്. വീട്ടമ്മ പറഞ്ഞു, എനിക്കൊരു ജോലിക്കാരുടെ ആവശ്യമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഈ ഒരു ജോലിക്കാരുടെ ആവശ്യം ഇന്ന് രാവിലെ ആണല്ലോ, കുറച്ച് നേരെ ആയിട്ടുള്ളല്ലോ ഞാൻ ഇത് വേറൊരു വ്യക്തികളോട് പങ്കുവെച്ചിട്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞ് പങ്കുവെച്ചിട്ട് ഇന്ന് അല്പനേരമായിട്ടുള്ളല്ലോ, ഇത്ര പെട്ടെന്ന് നീ എങ്ങനെയാണ് എനിക്കിവിടെ ഒരു ജോലിക്കാരുടെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി കുട്ടിയപ്പോൾ അമ്മ പറഞ്ഞു, എന്നോട് ഒരാൾ ഇന്നപോലെ ഇവിടെ ആവശ്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞു, അങ്ങനെ ഞാൻ അങ്ങനെ എത്തി. അപ്പോൾ ഈ വീട്ടമ്മ ഓർത്തു, വീട്ടമ്മ ഇന്ന് രാവിലെ പങ്കുവെച്ച് ആരെങ്കിലും ഒരാൾ ഈ സഹോദരിയെ കണ്ട് പറഞ്ഞതായിരിക്കും. അങ്ങനെ ഇത് ജോലി കൊടുക്കുന്നു. അപ്പോൾ ഈ വീട്ടമ്മയുടെ കൂടെ അവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, മുറിയൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മുറിയിലൊരു ഫോട്ടോ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് അന്ന് രാവിലെ ഈ സഹോദരിയെ ഈ വീട്ടമ്മയുടെ അടുത്ത് കൊണ്ടുവന്നതും ഇവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞതുമൊക്കെ. അപ്പോൾ ഈ സഹോദരി ഈ വീട്ടമ്മയോട് ചോദിച്ചു, ഈ ഫോട്ടോയിലിരിക്കുന്ന വ്യക്തി ആരാണ്? ഈ ഫോട്ടോയിലിരിക്കുന്ന വ്യക്തിയാണ് എന്നെ രാവിലെ ഇവിടെ കൊണ്ടുവന്നതും ഈ വീട്ടിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞതെന്നും. ആ അമ്മ പറഞ്ഞു, ഒരിക്കലും ഈ വ്യക്തി നിന്നെ കൊണ്ടുവരില്ല, നീ ഈ വ്യക്തിയെ കാണുകയില്ല, കാരണം ഇത് എൻ്റെ ഏക മകനാണ്. എനിക്കുണ്ടായിരുന്ന എൻ്റെ മകൻ ഏതാനും നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയ എൻ്റെ മകനാണ് ഈ വ്യക്തി. ഇവന് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നീ ഈ വ്യക്തിയെ കാണില്ല. അപ്പോഴാണ് പിന്നീട് ഈ സഹോദരിക്ക് മനസ്സിലാകുന്നത്, ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഒരു വൈദികൻ്റെ അടുത്ത് തനിക്കുണ്ടായിരുന്ന പൈസ ഏൽപ്പിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ യുവാവ് ഇതിനെ കാണുന്നതും ഈ യുവാവ് ഈ ജോലിയുടെ കാര്യമൊക്കെ പങ്കുവയ്ക്കുന്നു. പിന്നീട് സഹോദരിക്ക് മനസ്സിലായി, ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവ് ഈ സഹോദരിയെ സഹായിക്കുവാനായി ദൈവത്താൽ അയക്കപ്പെട്ട ഒരു അനുഭവമാണ് എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ ആ വീട്ടമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് വീണ്ടും ഈ വീട്ടമ്മയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വലിയൊരു ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ഈ വീട്ടമ്മയും ഈ സഹോദരി ഒന്നു ചേർന്ന് പരിശ്രമിക്കുന്നതിനെ കുറിച്ച് ഒരു അനുഭവം ഞാൻ വായിച്ച് ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മൾ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരാവശ്യമുള്ളപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്ന അനുഭവം ഒരുപാട് വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി നമ്മൾ ഓർക്കുകയും കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ സഹനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സ്നേഹിതരായി മുന്നോട്ട് പോകുവാനായി നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ചില ഇടപെടലുകൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ കണ്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തി ഒരു തടി നിറച്ച ഒരു ലോറിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ലോറി പെട്ടെന്ന് അപകടത്തിൽപ്പെടുന്നു. ഈ അപകടത്തിൽപ്പെട്ട സമയത്ത് ഈ ലോറിയുടെ പുറകിലുണ്ടായിരുന്ന തടിയൊക്കെ ഇങ്ങനെ താഴെ ഉരുണ്ട് വീണ് പോവുകയാണ്. ഡ്രൈവർ മാത്രമായിരുന്നതുകൊണ്ട് ഇത് വീണ്ടും എടുത്തു വെക്കാനൊക്കെയുള്ള പ്രയാസമാണ്. അപ്പോൾ ഈ സഹോദരൻ കാണുന്ന രണ്ട് അപരിചിതരായ വ്യക്തികൾ ആ സമയത്ത് ഇദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഈ തടിയൊക്കെ ആ ലോറിയെ കയറ്റി സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം ഡ്രൈവർ പിന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശുദ്ധീകരണത്തിലെ അനുഭവം ലഭിച്ച ഈ വ്യക്തി പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്, ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഇദ്ദേഹത്തെ സഹായിച്ചപ്പോൾ അവർ വിചാരിച്ചു ഈ ഡ്രൈവർ ഈ സഹായം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുമെന്ന്. ഇദ്ദേഹത്തിന് പരിചയമില്ലാത്ത ചില വ്യക്തികൾ ഇദ്ദേഹത്തെ വന്ന് സഹായിച്ചപ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും ആ ഡ്രൈവർ ദൈവത്തിന് നന്ദി പറയുന്നതോടുകൂടെ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് അവരെ സ്വർഗത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും എന്ന് ആണ് ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വിചാരിച്ചിരുന്നത്. അവർ ദൈവത്താൽ തന്നെ അയക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ ഡ്രൈവർ ദൈവത്തിന് നന്ദി പറഞ്ഞില്ല, അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഒരുപാട് വേദനിക്കുന്നതായിട്ട് ഇവരുടെ അനുഭവം ലഭിച്ച ഒരു വ്യക്തി പങ്കുവയ്ക്കുന്നുണ്ട് ഒരു പുസ്തകത്തിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. നമ്മൾ അറിയാത്ത ചിലരിലൂടെ നമ്മുടെ ചില യാത്രയുടെ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത്
പല രീതിയിലുള്ള സഹായം നമുക്ക് ലഭിക്കാറുണ്ട്. പലരിലൂടെയും നമുക്ക് ഏതെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അവരോടൊരു താങ്ക് യു പറയുമായിരിക്കാം. എങ്കിലും ദൈവത്തിന് നന്ദി പറയുവാനോ ആ സഹായത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ഒരുപക്ഷെ നാം കൂടുതൽ പേരും പരിശ്രമിക്കാറില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കി തരുന്ന ഇപ്രകാരമാണ്, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. കാരണം നമ്മളെ സഹായിക്കാനായി ദൈവമാണ് ആ വ്യക്തികളെ നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. അത് ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളാകാം, അത് ദൈവത്തിന് മാലാഖമാരെ നമ്മളെ സഹായിക്കാനായിട്ട് അയക്കാം, മനുഷ്യ രൂപത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെയും നമ്മളെ സഹായിക്കാനായിട്ട് ദൈവത്തിന് അയക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ആരിൽ നിന്നും എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഉടനെ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയാണല്ലോ, നമുക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും വേദന ഉണ്ടാകുമ്പോഴും അല്പം ഏതാനും എപ്പിസോഡുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു. അമ്മ പറഞ്ഞു, ദൈവത്തെ വിളിച്ച് ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് കൂടെ ആവർത്തിച്ച് പറയുവാൻ പരിശുദ്ധ അമ്മ തന്നെ നമ്മളെ പഠിപ്പിച്ചതിനെ കുറിച്ച് ഏതാനും എപ്പിസോഡുകൾക്ക് മുൻപ് ഒരു എപ്പിസോഡ് ഞാൻ പങ്കുവെച്ചിരുന്നല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മൾ വളരെ ഗൗരവമായി എടുക്കണം. നമുക്ക് മനുഷ്യനെ സഹായിക്കുവാനായി പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടോ നമ്മൾ പ്രാർത്ഥിക്കാതെയോ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവം മനുഷ്യനെ തന്നെ നമ്മുടെ സഹായത്തിനായിട്ട് അയക്കുന്ന അനുഭവങ്ങളുണ്ട്. മാലാഖമാരെ മനുഷ്യർക്ക് സഹായിയായി അയക്കുന്ന അനുഭവങ്ങളുണ്ട്. നമുക്ക് വചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശുദ്ധീകരണത്തിലെ ആത്മാക്കളും നമ്മളെ സഹായിക്കുവാനായി ദൈവത്താൽ അയക്കപ്പെടുന്ന അനുഭവങ്ങൾ പലർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒരു നന്മ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ മറക്കരുത്. നമ്മളെ തമ്പുരാൻ അനുദിനം കാത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ നമ്മളെ സഹായിക്കുവാനായി പലരെയും നമ്മുടെ ഇടയിലേക്ക് അയക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കാനായി പലരിലൂടെയും ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളാണ് ദൈവത്തിൻ്റെ കരങ്ങൾ, നമ്മുടെ കാലുകളാണ് ദൈവത്തിൻ്റെ കാലുകളെന്ന് പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതായത് മറ്റുള്ളവരെ സഹായിക്കാനായി ദൈവം നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാനായി ദൈവം മറ്റുള്ളവരെ ഉപയോഗിക്കും. അതുകൊണ്ട് എപ്പോൾ നമുക്ക് ആരിൽ നിന്നെങ്കിലും എപ്പോഴെങ്കിലും എന്ത് നന്മ ലഭിച്ചാൽ, എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ, എന്തെങ്കിലും സഹായം ലഭിച്ചാൽ അവർക്ക് നന്ദി പറഞ്ഞ് നമ്മൾ മാറിപ്പോകാതെ അവർക്ക് നന്ദി പറഞ്ഞൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ആ ഒരു പ്രവൃത്തിയിലൂടെ ദൈവം മഹത്വപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ലഭിക്കുമ്പോൾ ആ ഉപകാരവും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് നന്ദി പറയാൻ നമ്മളത് മറക്കരുത്. അത് നമ്മുടെ കടമയാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാധിച്ചാൽ, ആരെങ്കിലും സഹായിക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ആ നന്മയും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ ആ നന്മയും പാഴാക്കി കളയാതെ, ദൈവമേ ഈ നന്മ ചെയ്യുവാൻ അങ്ങനെ സഹായിച്ച ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ദൈവമേ എന്നിലൂടെ ഈ ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു എന്നും പറഞ്ഞ് ഓരോ ദിവസവും വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നന്മ നമ്മളിലൂടെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ അല്പം കൂടെ സ്നേഹിക്കുവാനും ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ അല്പം കൂടെ സഹായിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ, നമ്മുടെ സഹനത്തിലൂടെ, നമ്മുടെ പരിത്യാഗ പ്രവൃത്തിയിലൂടെ, നമ്മൾ ചെയ്യുന്ന ചില നന്മകളിലൂടെ ഒരുപാട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും എത്രയും വേഗം
സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ശുദ്ധീകരണസ്ഥലെ ആത്മാക്കളെ സഹായിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.